ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം ഭക്തർ എത്തിയത് ഇന്നലെയായിരുന്നു. 1,17,000 ഭക്തർ ഇന്നലെ ദർശനത്തിനെത്തി. അതേസമയം ശബരിമല ഡ്യൂട്ടിയിലുള്ള ദേവസ്വം ജീവനക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. അരുൺ കൊടുങ്ങൂരിൻ്റെ റിപ്പോർട്ട്. ഇന്നലെയും ഇന്നുമായി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ ഏകദേശം 1,17,000-ലധികം ഭക്തരാണ് ഇന്നലെ മല ചവിട്ടിയത്. ഏതായാലും ഇന്ന് ഒരു നിയന്ത്രണത്തിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ സ്പോട്ട് ബുക്കിങ്ങിൽ കൃത്യമായി തന്നെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ 11,000 തീർത്ഥാടകരായിരുന്നു സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ അത് 5,000 ആക്കി, ഇന്ന് 5,000 ആക്കി കുറച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു തിരക്ക് സന്നിധാനത്ത് കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ഒരു നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തേണ്ടി വരുന്നു. ശരാശരി 18ാം പടിയിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം, അതായത് ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെയാണ്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഇതൊരു പ്രധാന ഘടകമാണ്. എന്തായാലും തുടക്കത്തിലുണ്ടായ ഒരു ഗുരുതരമായുള്ള വീഴ്ച അതൊരു പ്രശ്നമായി തന്നെ, പ്രതിസന്ധിയായി തന്നെ ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ, പ്രത്യേകിച്ച് കേന്ദ്ര സേനകളുടെ ഒരു സാന്നിധ്യം അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയുകയും ചെയ്യേണ്ടത്. എന്തായാലും NDRF-ഉം RAF-ഉം ഒക്കെ തന്നെ ഇവിടെ കൃത്യമായ ഒരു തിരക്ക് നിയന്ത്രണത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് പോലീസിൻ്റെ പുതിയ ബാച്ച് കൂടി ചുമതലയേറ്റിരിക്കുകയാണ്. 2ാം ടൈമിലേക്കുള്ള ഒരു ബാച്ചാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ബാച്ചാണ് ഇന്ന് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമലയ്ക്ക് ഡ്യൂട്ടിയിലെത്തുന്ന ദേവസ്വം ജീവനക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നിലവിൽ ഇല്ല. അതൊരു വലിയ പ്രശ്നമായി, പ്രതിഷേധമായി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം ഈ 3 ഇടങ്ങളിൽ കൃത്യമായി തന്നെ ജോലി നോക്കുന്ന ഈ ജീവനക്കാർക്കാണ് ഈ വോട്ട് ചെയ്യാനുള്ള അവസരമില്ലാത്തത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. NGO സംഘടകം വലിയ ഒരു പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള നടപടിയിലേക്ക്, ക്രമീകരണങ്ങളിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല. അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക്, ജീവനക്കാരുടെ ഒരു വലിയ പ്രതിഷേധത്തിലേക്കാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ഇതുതന്നെയായിരുന്നു അവസ്ഥ. എന്തായാലും ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, ബദലൊരു സംവിധാനം ഒരുക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്.